പ്രിയ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യും. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹീതരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യ 10 ദിവസങ്ങൾ റമദാനിൻ്റെ അവസാനത്തെ 10 ദിവസത്തെ പോലെ വളരെ പുണ്യകരമായ ദിവസങ്ങളാണ് എന്ന് നമുക്കറിയാവുന്നത് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദുൽഹജ്ജ് 10 ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ദുൽഹജ്ജ് 9 അറഫ ദിനം എന്ന് പറയുന്നത്, അറഫയുടെ പകൽ. ഞാൻ റമദാനിൻ്റെ അവസാനത്തെ 10മായി ബന്ധപ്പെട്ട വർത്തമാനം പറയാനുള്ള കാരണം, നാം എല്ലാവരും ധാരാളം ഇബാദത്തുകൾ ചെയ്ത് നടക്കുന്ന ദിവസങ്ങളാണ് റമദാൻ്റെ അവസാനത്തേത്. കാരണം നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഒരു പുണ്യരാവ് ഈ റമദാനിൻ്റെ അവസാനത്തെ 10-ലുണ്ടെന്നും അത് ഒറ്റ ദിവസങ്ങൾക്കാണ്, ആ രാവുകൾക്കാണ് അതിൽ കൂടുതൽ പ്രത്യേകതയുള്ളത് എന്നതൊക്കെ പഠിച്ചു മനസ്സിലാക്കിയത് കൊണ്ട് ആ നല്ല ഒരു രാത്രിയെ എങ്ങനെയെങ്കിലും ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നാം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, ഈ ലൈലത്തുൽ ഖദറിൻ്റെ ഏതെങ്കിലും ഒരു രാത്രി, ആ രാത്രി ഈ റമദാനിൻ്റെ അവസാനത്തെ 10 ഏതെങ്കിലും ഒരു ഒറ്റ രാവായിരിക്കും എന്ന് നാം ഇന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ഈ ഇബാദത്തുകൾ ചെയ്യുന്നത്. ദുൽഹജ്ജിലെ അറഫ 9-ാം തീയതിയിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള സംശയങ്ങളൊന്നുമില്ല. അറഫയുടെ പുണ്യം അറഫ ദിവസം നാം അനുഷ്ഠിക്കുകയാണ് എങ്കിൽ നമുക്കത് ലഭ്യമാണ്. അറഫ ദിനം എന്നാണ് ചോദ്യത്തിനോ ഉത്തരത്തിനോ പ്രസക്തിയൊന്നുമില്ല. ദുൽഹജ്ജ് 9-ന് നമ്മുടെ സഹോദരന്മാർ ഹജ്ജിന് പോയി വിശുദ്ധ കഅബാലയത്തിൻ്റെ പരിസരത്തുള്ള അറഫ മൈതാനത്തിൽ ഒരുമിച്ച് കൂടുന്ന ആ ഒരു നല്ല ദിവസമാണ്. ആ ദിവസം പുണ്യകരമാണ്, പ്രതിഫലാർഹവുമാണ്. അതുകൊണ്ട് ആ ദിവസം നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണോ സൂക്ഷ്മത പുലർത്താൻ നമുക്ക് കഴിയുക അത് നാം നിർവഹിക്കണം. ആരോഗ്യമുള്ളവരൊക്കെ ബാക്കിയുള്ള സൗകര്യങ്ങളൊന്നും പ്രതിപാദിക്കേണ്ട വിഷയമില്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ നാം ഒന്ന് മനസ്സിൽ കരുതി ഉറപ്പിച്ച് നിർത്തേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അറഫയുടെ ദിവസം ഞാൻ നോമ്പനുഷ്ഠിക്കുമെന്ന് പറയുന്ന ഒരു നല്ല സതുദ്ദേശം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു അത്തരത്തിലുള്ള നന്മകൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനോടനുബന്ധമായി ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. ഈ അറഫയുടെ ദിവസത്തിന് 3 തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്ന്, ഇബാദത്തുകൾ ചെയ്യാൻ പറ്റാവുന്ന നോമ്പ് വയ്ക്കുന്ന ഒരു ദിവസമാണ്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതനുസരിച്ച് മൻ സാമ യൗമി അറഫ, അറഫയുടെ ദിവസം ആരെങ്കിലും നോമ്പനുഷ്ഠിക്കുകയാണ് എങ്കിൽ യുകഫിറു സനത്തൈ, 2 വർഷത്തെ, അതായത് കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും ഈ ഒരു നല്ല ദിവസത്തെ നോമ്പനുഷ്ഠാനം കൊണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പിച്ച് പറഞ്ഞു. ആ രീതിയിൽ അറഫയുടെ ദിവസം എന്ന് പറയുന്നത് ഒരു പുണ്യദിനമാണ്. ഈ പുണ്യദിനത്തിൽ നാം പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇബാദത്ത് പരമായി അന്ന് മുതൽ അറഫയുടെ 9-ാം തീയതി മുതൽ 13-ാം തീയതി വരെ, ദുൽഹജ്ജ് 13 വരെ, 9, 10 എന്ന് പറയുന്ന പെരുന്നാൾ സുദിനം,
അത് കഴിഞ്ഞ ശേഷമുള്ള 11, 12, 13 ദിവസങ്ങളിൽ നാം പരമാവധി തക്ബീറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ തക്ബീറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ മാനദണ്ഡം വെച്ചുകൊണ്ടാണ് ഈ 9 മുതൽ 13 വരെയുള്ള 5 ദിവസങ്ങളിൽ നമസ്കാരത്തിന് ശേഷം എല്ലാവരും തക്ബീർ ചൊല്ലുന്നതിൻ്റെ കാരണം അതാണ്. അത് പ്രസക്തമായ സുന്നത്താണ്, പ്രതിഫലാർഹമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ഇബാദത്തുപരമായ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു കാര്യം, മദീനയിൽ വന്ന് 10 കൊല്ലം ഞാൻ താമസിച്ചിട്ടുണ്ട്. ഈ 10 കൊല്ലവും ഞാൻ ഉളുഹിയ്യത്ത് എന്ന് പറയുന്ന ആ ബലിമൃഗത്തെ അറുത്തുകൊണ്ട് അത് ഞാൻ വിതരണം നടത്തിയിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത് 10-ാം തീയതിയാണ്. ഇത് ശ്രദ്ധിച്ചുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെയൊക്കെ അത് ഹനഫി മദ്ഹബിൻ്റെ ഒരു പ്രസക്തമായ പ്രയോഗമുണ്ട്, കഴിവുള്ളവനൊക്കെ കൊടുക്കണം എന്നുള്ളതാണ്. ആ എന്ത് കഴിവ്, അവിടെ സക്കാത്തിൻ്റെ കണക്കൊന്നും അനുസരിച്ച് പോകേണ്ടതില്ല. ഒരാൾക്ക് അറുത്തു കൊടുക്കാൻ കഴിവുണ്ട് എങ്കിൽ ഈ കഴിവ് എന്ന് പറയുന്നത് മനസ്ഥിതിയാണ്. മനസ്ഥിതിയുണ്ടെങ്കിൽ സാധിക്കാത്ത വിഷയമേ അല്ല. ഞാൻ എന്തുകൊണ്ടത് പറയുന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ വീട്ടിലുൾപ്പെടെയുള്ള നമ്മുടെ കുട്ടികൾ, ഞാൻ ഉൾപ്പെടെയുള്ള കുടുംബം ഇന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി നാം അറിയപ്പെടുന്ന ഹോട്ടലുകളിൽ ചെന്ന് എല്ലാവരും കൂടെ ഇരുന്ന് പ്രത്യേകതരം പേരുകളുള്ള വിഭവങ്ങളൊക്കെ ഒന്ന് കഴിച്ചാൽ തന്നെ ഒരെണ്ണത്തിന് അറുത്തു കൊടുക്കാൻ മാത്രമുള്ള സംഖ്യ നാം അതിൽ ചെലവാക്കുന്നുണ്ട്. ബോധപൂർവം ശ്രദ്ധിച്ചു നോക്കൂ, അതുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലും ഗ്രാമങ്ങളിലും ഉളുഹിയ്യത്ത് എന്ന് പറയുന്ന ഈ ബലിദാനം നിർവഹിക്കാൻ സൗകര്യമില്ലാത്ത ആളുകളുടെ എണ്ണം തുലോം വളരെ കുറവായിരിക്കും എന്ന് നാം മനസ്സിലാക്കിയിട്ട് നമുക്കൊക്കെ ഒന്ന് പറയാൻ കഴിയണം, ഞാൻ കഴിവുള്ളവനാണ്, പടച്ചവൻ കഴിവ് തന്നിട്ടുണ്ട്, ഞാൻ അതിനെ എന്തിനാണ് ഇല്ല എന്ന് പറയുന്ന ആ അർത്ഥത്തിലേക്ക് ചിന്തിച്ചുകൊണ്ട് വിശാലമായ രൂപത്തിൽ അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ മദീനയിൽ താമസിച്ച 10 കൊല്ലവും ഉളുഹിയ്യത്ത് അറുത്ത് വിതരണം ചെയ്തിരുന്നു. ഇത് നാം ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഈ ലോകത്ത് നമുക്ക് മാതൃക ആരാണെന്ന് ചോദിച്ചാൽ ഒരുത്തനുമല്ല, പ്രവാചകനല്ലാതെ. അതെ, ചില കുട്ടികളെ കണ്ടാൽ, അവരുടെ വർത്തമാനം കേട്ടാൽ, അവരുടെ മുടി വളർത്തിയ കോലം കണ്ടാൽ, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഏതോ ചില നടന്മാരുടെയോ അതുപോലുള്ള ആളുകളുടെയോ ഒക്കെ പിൻഗാമികളെ പോലെ തോന്നുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇല്ലാത്ത മാതൃക അവരിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അവരെക്കുറിച്ച് പറഞ്ഞാൽ, അവരെക്കുറിച്ച് ചോദിച്ചാൽ എല്ലാവർക്കും ഒരുതരം ഈർഷ്യയാണ്. ആ ഈർഷ്യ പ്രകടിപ്പിക്കുന്നതിൽ കുടുംബ ബന്ധം പോലും നമ്മുടെ കുട്ടികൾ പരിഗണിക്കാതെ ഉള്ള പ്രകടനമാണ് നമ്മളോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യ നാം എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തണം. ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്, നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം നേടി പുതിയ കോഴ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കാര്യവും കൂടെ വേണം. പുതിയ കോഴ്സുകളിൽ ചേരണം, പഠിക്കണം, ഔന്നത്യത്തിൽ എത്തണം, അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം. സന്തോഷകരമാണ്. ഇതൊക്കെ ഉള്ളതോടൊപ്പം തന്നെ എൻ്റെ കുട്ടികൾ, എൻ്റെ കുടുംബം, അവർ ഇസ്ലാമികമായി അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ പാലിച്ചുകൊണ്ട് മുമ്പിലേക്ക് കടന്നു പോകേണ്ടവരാണ്, ജീവിക്കേണ്ടവരാണ് എന്ന അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാവുന്ന സ്ഥാപനങ്ങളെ നാം നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ് എന്ന് നാം മനസ്സിലാക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം, അവ്വലുൽ മനാസിലി ഫിൽ ആഖിറ, പരലോകത്തെ ആദ്യത്തെ വീടെന്ന് പറയുന്നത് ഖബറാണ്. ഈ ഖബറിൽ കൊണ്ടുവച്ചാൽ മുങ്കർ നക്കീർ വരും,
ചോദ്യങ്ങൾ ചോദിക്കും. രണ്ട് മലക്കുകളുടെ ആ കൂട്ടത്തിന് പറയുന്ന പേരാണ് മുങ്കർ നക്കീർ, അല്ലാതെ ഒരൊറ്റ മലക്കിൻ്റെ പേരല്ല. അവർ വരും, ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിൽ ഒരെണ്ണം പ്രവാചകനെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഇത് ആരാണെന്നറിയുമോ എന്നാ, ഇതാരാണെന്നറിയുമോ എന്നാ. ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ പ്രവാചക സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് എങ്കിൽ അവരെ കാണുന്നതിന് മുമ്പ് നമുക്ക് പറയാൻ കഴിയും ഇത് എൻ്റെ റസൂലാണോ. ഈ ചോദ്യം ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ പരാജയപ്പെടുന്ന സ്ഥലമുണ്ട്. ഒരു ചോദ്യം കൂടി ചോദിച്ചു, ആ ചോദ്യം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരം പറയുന്ന കുട്ടികൾ. അതുപോലെ നമ്മളാകും നാളെ പരലോകത്ത്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ജീവിതത്തിൽ, അത് പ്രവാചക ചര്യയാണ് എന്ന അർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, അത് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. പുതിയ രീതിയിൽ നമ്മുടെ കയ്യിലുള്ള ആ ഫോണിലൊക്കെ ഇങ്ങനെ ചില ഡോക്ടർമാരും വൈദ്യന്മാരും അവരും ഇവരൊക്കെ വന്നിട്ട് ദഹന പ്രക്രിയയ്ക്ക് അല്ലെങ്കിൽ ശക്തി ഉണ്ടാകാൻ അതുപോലെ ആവശ്യത്തിന് വേണ്ടി ഇന്നതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ചിലപ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഒന്നുമില്ല, അര വയറിന് കൂടുതൽ എന്ത് ചെയ്ത് കഴിക്കരുത് എന്നാണ് അവിടെ പറയുന്നത്. ഇത് ഈ ഡോക്ടർ പറയുന്നതിന് മുമ്പ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയല്ല ചെയ്തത്, ജീവിതത്തിൽ കാണിച്ചു തന്നല്ലോ. ആ കാണിച്ചു തന്നത് എവിടെയെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, അതിൻ്റെ വേദിയിലെത്തിക്കാൻ ആർക്കാണ് കഴിയുക? രക്ഷിതാക്കളായ നമുക്കാണ്. ആ രക്ഷിതാവ് എന്ന് പറയുന്ന മലയാളത്തിൻ്റെ വാക്കിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കണം. രക്ഷിതാവ് എന്ന് വെച്ചാൽ രക്ഷകനാണ്. ഞാൻ എൻ്റെ കുട്ടിയുടെ രക്ഷകനായിരിക്കണം. എവിടത്തെ രക്ഷകൻ? ഈ ലോകത്ത് അവന് സർവ്വതരത്തിലുള്ള ഗുണഗണങ്ങളും ആർജിച്ചെടുക്കണം, അതിന് ഞാൻ സഹായമായിരിക്കും. ഇതേ രീതിയിൽ പരലോകത്ത് എൻ്റെ കുഞ്ഞ്, എൻ്റെ കുടുംബം, എൻ്റെ ഇണ, എനിക്ക് വേണ്ടപ്പെട്ടവർ ഒക്കെ സ്വർഗത്തിലെത്തിക്കും. അതിൻ്റെ രക്ഷാകർതൃത്വം എനിക്കാണ്. ഇവിടെയും നാം രക്ഷിതാവാകണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, ഈ ലോകത്ത് പടച്ചവനെ ഞങ്ങൾക്ക് തരണമേ, വഫിൽ ആഖിറ, പരലോകത്തും കൊടുക്കണമേ എന്ന് പറയുന്ന ഒരു ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എങ്കിൽ അത് ആ ബോധ്യത്തോടുകൂടെ കുറച്ചെങ്കിലും എന്ത് ചെയ്യേണ്ടതുണ്ട്, കേൾക്കാനും പഠിക്കാനുമുള്ള സന്ദർഭങ്ങൾ നാം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. വെറുതെ എങ്കിലും ഒരു ചോദ്യം ഞാൻ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളോടും അതുപോലെ ചോദിക്കുകയാണ്. നാം ഓരോരുത്തരും വെള്ളിയാഴ്ചകളിൽ അള്ളാഹുവിനോടുള്ള ആരാധന നിർവഹിക്കുന്നതിന് വേണ്ടി പള്ളികളിൽ കൂടുമ്പോൾ ആ പള്ളിയിൽ അതിന് നേതൃത്വം നൽകുന്നത് ആരായാലും അവർ കിട്ടാവുന്ന സമയം ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ഒരു നസീഹത്ത് അല്ലെങ്കിൽ ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശം അല്ലെങ്കിൽ വഅദ് അല്ലെങ്കിൽ ഖുത്ബ ഇത് നടത്താറുണ്ട്, നാമൊക്കെ കേൾക്കാറുണ്ട്. ഇത് ഒരു വശം. മറുവശത്ത് എൻ്റെ കുടുംബിനി, എൻ്റെ മക്കളെവിടെ, അവരെവിടെയെങ്കിലുമൊക്കെ പോയി കേൾക്കും. എൻ്റെ കുടുംബിനി നാം കേൾക്കുന്ന നസീഹത്ത് ഏത് പള്ളിയായിക്കൊള്ളട്ടെ, അതിലൊന്നും ഒരു പ്രത്യേകതയും ഞാൻ കാണുന്നില്ല. എവിടെ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, ചെറിയ തരത്തിൽ അള്ളാഹിൻ്റെ പേര് കേട്ടുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം കടന്നു പോകുന്ന ആ ഒരു രീതിയിലേക്ക് എന്നെപ്പോലെ എൻ്റെ ഇണയും ആകേണ്ടതുണ്ട് എന്ന തോന്നലുണ്ട് എങ്കിൽ അവർക്കുള്ള സൗകര്യം നാം ശരിയാക്കാറുണ്ടോ? ഒരു ഉത്തരവും പറയേണ്ടതില്ല. ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടതുണ്ട്. ഞാൻ മാത്രം ഇത് കേൾക്കുകയും ഹിദായത്തിലാവുകയും അതിനെ നിലനിർത്തുകയും അതിന് വേണ്ടതൊക്കെ പരിപോഷണം നൽകുകയും ചെയ്യേണ്ടത് ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണോ? എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷകൻ, രക്ഷിതാവ് ഞാനായി തന്നെ മാറേണ്ടതുണ്ട്. ആ സംരക്ഷണം എന്ന് പറയുന്നത്, രക്ഷാകർതൃത്വം എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ കിട്ടേണ്ടതുണ്ട്, പരലോകത്തും കിട്ടേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫയിൽ 3 കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അതിൽ ഒരെണ്ണമാണ് ഞാൻ പറഞ്ഞത്.
അത് ഇബാദത്ത് പരമായി ഒരുപാട് പ്രതിഫലം നൽകപ്പെടുന്ന ഒരു നല്ല ദിവസമാണ്. അതിനെ മറക്കാതെ അതിനെന്ത് ചെയ്യണം, കൊണ്ടുപോകേണ്ടതുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ഉളുഹിയ്യത്ത് എന്ന് പറയുന്നതിനെ ഇതുവരെ പഠിച്ചതല്ലാത്ത ഒരു രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിവുണ്ട് എങ്കിൽ നിങ്ങൾ കൊടുക്കുക, ഒന്നും സംഭവിക്കില്ല എന്നു മാത്രമല്ല, ശൈലി തന്നെ നമുക്ക് മാറിയിട്ടുണ്ട്. പണ്ട് വസ്ത്രമെടുക്കാൻ നമ്മളെന്ത് ഒരു പെരുന്നാളിനൊരു ജൗളിക്കടയ്ക്ക് പോകും, ഒരു തുണിക്കടയ്ക്ക് പോകും, ഇല്ലാത്തത് കൊണ്ട് എടുക്കുകയാണ്, അല്ലെങ്കിൽ കളർ പോയതിന് വേണ്ടി എടുക്കുകയാണ്. ഇന്ന് ഞാനും എൻ്റെ മക്കളും കൂടെ ഈ തുണിക്കടയ്ക്ക് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മൽ മഖ്സൂദ്, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ആർക്കാ പറയാൻ കഴിയുക? വസ്ത്രമില്ലാത്തത് കൊണ്ട് വാങ്ങിക്കാൻ പോയതാണ് എന്ന് പറയാൻ കഴിയുമോ? അതൊക്കെ ധാരാളമുണ്ട്. പക്ഷേ ഏറ്റവും പുതുമ നിറഞ്ഞ സംഗതി ഒന്ന് വാങ്ങിക്കാതിരുന്നാൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെലവാക്കുന്ന പൈസയ്ക്ക് ഒരു വരമ്പുമില്ല, എന്ന് വെച്ചാൽ ഒരു അതിർത്തിയുമില്ലാത്ത രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതേ തരത്തിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്നിരുന്നിട്ട് നമുക്ക് ഈ പ്രാവശ്യം ഉദ്ഹിയ്യത്ത് കൊടുക്കണം കേട്ടോ. അതൊരു സുന്നത്താണ്, നബി പഠിപ്പിച്ചതാണ്. മദീനയിൽ വന്ന ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൊല്ലവും അത് ചെയ്യാതിരുന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര വലിയ ധനാഢ്യനായിരുന്നോ? ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നബിയുടെ പേര് കേൾക്കുമ്പോൾ നാം അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സന്ദർഭം മിമ്പറിൽ നമസ്കാരത്തിൻ്റെ അവസാനമുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും കേൾക്കാവുന്ന അങ്ങനത്തെ ഒരു പ്രവാചകനെ മുൻനിർത്തിക്കൊണ്ട് നമുക്കിങ്ങനെ പറയാൻ കഴിഞ്ഞാൽ വെറുതെ എങ്കിലും നിങ്ങൾ ഇക്കൊല്ലം ഒരു ചർച്ചയെങ്കിലും വീട്ടിൽ നടത്തുമെന്നാണ്. ആ രീതിയിൽ അതിൻ്റെ സുന്നത്തും ഇബാദത്തും അർഹമായ രീതിയിൽ പരിഗണിച്ചുകൊണ്ട് മുമ്പിലേക്ക് പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ വിഷയം അറഫ എന്ന് പറയുന്നത് അൽ ഹജ്ജു അറഫ. ഇവിടുന്ന് ഹജ്ജിന് വേണ്ടി പോയ മുഴുവൻ ആളുകളും അവരുടെ എന്ത് ഇബാദത്തുകൾ അവർ വൈകുകയോ ചെയ്യാൻ വിട്ടുപോകുകയോ ചെയ്താൽ അതിന് പരിഹാരമുണ്ട്. പക്ഷേ അറഫ എന്ന് പറയുന്ന മൈതാനത്ത് പോയി താമസിച്ചിട്ടില്ല എങ്കിൽ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം ലഭ്യമല്ല. കാരണം അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. ഈ അറഫയുടെ ഒരു സാമൂഹ്യ വശമുണ്ട്. ആ സാമൂഹ്യ വശം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് ഇബാദത്തിൻ്റെ വശമാണ്. രണ്ടാമത്തേത് സാമൂഹ്യ വശം. സാമൂഹ്യ വശം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫയുടെ ദിവസമുള്ള ഖുതുബയിൽ തുടങ്ങുന്നത് ഇന്ന ദിമാഅക്കും വ അംവാലക്കും ഹറാമുൻ അലൈക്കും കഹുറുമതി യൗമിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ. എന്തൊരു പ്രഖ്യാപനമാണ്! അറഫയിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും പവിത്രമാണ്. ലോകത്തോട് പറയുകയാണ്, പവിത്രമാണ്. ഇതിൽ ഇസ്ലാമെന്നോ മുസ്ലിങ്ങളെന്നോ വേറെ ഒരു തരത്തിലുള്ള വിവേചനവുമില്ലാതെ ഒരു സാമൂഹ്യ ജീവി എന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ദിമാഅക്കും വ അംവാലക്കും ഹറാമുൻ, പവിത്രമാണ് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ധനവും. ഏതുപോലെ കഹുറുമത്തി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ, ഫീ ഷഹരിക്കും ഹാദാ, ഈ മാസത്തിൻ്റെ പവിത്രത പോലെ, ഫീ ബലദിക്കും ഹാദാ, ഈ മക്കയുടെ പവിത്രത പോലെ. ആരുടെ സമ്പത്തും എല്ലാവരുടെ സമ്പത്തും പവിത്രമാണ്. അതുകൊണ്ട് അനാവശ്യമായി മറ്റുള്ള ഒരാളുടെ ജീവൻ ഹനിക്കുകയോ രക്തം ചിന്തുകയോ സമ്പത്ത് പിടിച്ചടക്കുകയോ ചെയ്യുന്നത് വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന ഒരു സാമൂഹ്യ പ്രഖ്യാപനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയുടെ മൈതാനത്ത് വെച്ച് നടക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ലോകത്ത് നടന്നുകൊണ്ടിരുന്ന ഏറ്റവും വലിയ ചില അഴിമതികൾ എന്ന് പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖലയിലെ പ്രധാനപ്പെട്ട സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പലിശയുടെ പണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? വളരെ ഗൗരവത്തിൽ നോക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന തഹ്ത ഖദമി മൗദൂഅ്, സമ്പത്ത് ഇബ്നു അബ്ബാസിൻ്റെ കയ്യിൽ, നബിയുടെ കുടുംബത്തിൽപ്പെട്ട ആളുടെ കയ്യിൽ പലിശയുമുണ്ട്, പലിശയുടെ മുതലുമുണ്ട്, അതല്ല നല്ല മുതലുണ്ട്. ആ പലിശ അങ്ങോട്ട് മുഴുവൻ കണക്കാക്കി എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കാൽ കീഴിലിട്ടുകൊണ്ട്
പറയുന്നു തഹ്ത ഖദമി മൗദൂ, എൻ്റെ പാദത്തിൻ്റെ താഴെ ഞാൻ ഇട്ടിരിക്കുന്നു, അതിന് ഞാൻ ചവിട്ടി താഴ്ത്തുകയാണ്. ഇനി എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്ത് വിപ്ലവവും മാറ്റവും നടക്കേണ്ടത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. സുന്നത്താണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അത് ആദ്യം നിർവഹിക്കേണ്ടത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പലിശ ഹറാമാണ് എന്ന് പറയുന്ന പ്രഖ്യാപനം ഈ അറഫയുടെ മൈതാനത്ത് വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുകയാണ്. ഈ പ്രസംഗം കേട്ടേ തീരൂ. അവിടെയാണ് സുഖം. ഈ പ്രസംഗം കേട്ടേ തീരൂ. ആ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തെ അവതരിപ്പിച്ചത്. ആ അവതരിപ്പിച്ച രീതി കൂടെ ഞാൻ നബിയുടെ വാചകങ്ങളിൽ നിന്ന് തന്നെ പറയാം. അയ്യുഹന്നാസ് ഇസ്മഉ ഖൗലി, ആ ഒരു നേതാവിൻ്റെ വാക്ക്. അയ്യുഹന്നാസ് ഇസ്മഉ ഖൗലി, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്താണ്? ഫഅന്നീ ലാ അദ്രീ ലഅല്ലീ ലാ അൽകാകും ബഅദ ആമി ഹാദാ, ഈ ഒരു വർഷത്തിന് ശേഷം അടുത്ത വർഷം നിങ്ങളുമായി ഇതുപോലൊരു സ്ഥലത്ത് കണ്ടുമുട്ടാൻ കഴിയും എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ആ പറയുന്ന വാക്കുകൾ നോക്കണം. വളരെ വൈകാരികമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇസ്മഉ ഖൗലി, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നബിയുടെ വാക്കുകളും രീതികളും തന്നെ ഈ രീതിയിലാണ്. അല്ലാതെ ഒരു മൈതാന പ്രസംഗം എന്ന് പറഞ്ഞ പ്രവാചക ശൈലിയിലില്ല. അവസാനത്തെ വാക്കാണ് പറയുന്നത്, ഇസ്മഉ ഖൗലി ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽകാകും ബഅദ ആമി ഹാദാ ബിഹാദൽ മൗഖിഫി അബദാ, ഈ സ്ഥലത്ത് ഇതുപോലൊരു സന്ദർഭത്തിൽ വരുന്ന കൊല്ലം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമെന്ന് പറയാൻ ഒരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ വസിയ്യത്ത് എന്ന രീതിയിൽ ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സാമ്പത്തിക മേഖലയെക്കുറിച്ച് ഒറ്റ വാക്കാണ്. ചെയ്തു പോകരുത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളിൽ, അനീതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ, വാപ്പാനെ കൊന്നു, അച്ഛനെ കൊന്നു, അച്ഛൻ വൃദ്ധനായ അച്ഛനെ വീട്ടിൽ നിന്നും പടിയിറക്കി വിട്ടു, അമ്മയെ കൊന്നു, സഹോദരിയെ കൊന്നു. എല്ലാ ദിവസവും, ഒരു ദിവസം അബദ്ധത്തിൽപ്പെട്ടതല്ല, അത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിൻ്റെ വളർച്ചയാണ് വരുന്നത്. അതെ, ഒരു വാഹനം വാങ്ങിച്ചാൽ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ അതിനെന്ത് ചെയ്യുന്നുണ്ട്? വിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒഴിവാക്കുന്നുണ്ട്. അതേ രീതിയിൽ വൃദ്ധരായ മാതാപിതാക്കളെ ഒഴിവാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട്. വളരെ ഗൗരവത്തോടുകൂടെ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന വാക്കെന്താണെന്ന് ചോദിച്ചാൽ, ഖദ് തറക്തു ഫീക്കും, ഈ വഴിയിലൂടെ നിങ്ങൾക്ക് നടന്ന് മുന്നേറണമെങ്കിൽ തറക്തു ഫീക്കും, നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ആ വിശുദ്ധ ഖുർആൻ ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ലൻ തളില്ലു ബഅദ ഇൻ ഇഅ്തസംതും ബികിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ മുറുകെ പിടിച്ചാൽ, ഞാൻ അവതരിപ്പിച്ച ഈ വിശുദ്ധ ഖുർആനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ ലൻ തളില്ലു, വഴികേടിൽ നിങ്ങൾ ആവുകയേയില്ല. എന്ന് മാത്രമല്ല, അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുണ്ട്, നിങ്ങൾ നമസ്കരിക്കുന്നവരായാൽ, നോമ്പ് വയ്ക്കുന്നവരായാൽ, ഹജ്ജ് ചെയ്യുന്നവരായാൽ, സക്കാത്ത് കൊടുക്കുന്നവരായാൽ നിങ്ങൾ മുസ്ലിമാണ്. ബാക്കിയുള്ള ഏത് കാര്യങ്ങളുണ്ട് എങ്കിലും ആ കാലഘട്ടത്തിൻ്റെ വൈജാത്യം അനുസരിച്ച് എങ്ങനെയെങ്കിലും ആകാം. പക്ഷേ ഈ കാര്യങ്ങൾ അടിസ്ഥാനം, അതിൽ എല്ലാവരും ഒരുമിച്ച് കൂടി നിങ്ങളെല്ലാവരും ഒന്നാകണം. ഇത് അറഫയുടെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തിൽപ്പെട്ടതാണ് എന്ന കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. ആ രീതിയിൽ ഒന്ന് ഉയർന്ന് ചിന്തിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.